ഹലോ മക്കളെ, ഇന്നത്തെ കറി ബീഫ് ഫ്രൈ ചെയ്യുക. തേങ്ങ വറുക്കാൻ, തേങ്ങ വറുത്ത് കഴിഞ്ഞു. ഇനി ഉള്ളി ഇടുക. ചെറുള്ളി, വെല്ലുള്ളി, കറിവേപ്പില, അത് വരട്ടാണ്. അത് വരട്ടിയിട്ട് ബീഫ് ഇതിൽ ഇടും. ഇട്ടിട്ട് ബീഫ് മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങയും ഉള്ളിയും വറുത്തെടുക്കാണ്. വറുത്തെടുത്തിട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം എടുക്കാം. ഇട്ടിട്ട് ഓരോ സ്പൂൺ മല്ലിപ്പൊടി ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. കുരുമുളക് പൊടിയും ബീഫ് മസാലയും ചേർക്കുന്നതുകൊണ്ട് മുളക് പൊടി ഒരു 1.5 സ്പൂൺ ഇടുന്നത്. എരി കൂടുതലായിട്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ഇടുകയാണ്. മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുരുമുളക് പൊടി 2 സ്പൂൺ ഇടാണ്. ബീഫ് മസാല ഒരു 1.5 പൊടി ഇടാണ്. ഇന്ന് നല്ല ഉള്ളിയും തേങ്ങയും ഫ്രൈ ആവും. ചെറുള്ളി, വെല്ലുള്ളി, തേങ്ങ ഇത് 3 നല്ല ഫ്രൈ ആയിട്ട് ബീഫ് അതിൽ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് നല്ല ഫ്രൈ ആകുമ്പോൾ ബീഫ് ഇതിലിടും. ഇതിലിട്ടിട്ട് മസാല ചേർക്കുക. എന്നിട്ട് മല്ലിയില ഇടുക. ലാസ്റ്റിൽ പറമ്പ് നല്ല ഫ്രൈ ആവണം. ഉള്ളിയും തേങ്ങയും നല്ല ഫ്രൈ ആവണം. എല്ലാ മക്കളും ഇത് കാണണം. എനിക്കാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ലൈക്ക് ചെയ്യുന്നില്ല. ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ, അമ്മച്ചൊരു പാവമാണ്. എല്ലാവരും കണ്ടു ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ ഷെയർ ചെയ്യുക, എന്നെ സഹായിക്കുക. എല്ലാ മക്കളോടും അപേക്ഷിക്കുകയാണ്. ഉപേക്ഷിക്കല്ലേ. എല്ലാവരും ഇത് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.